ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീക്കിൽ നമ്മളൊരു ട്രേഡിംഗ് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. അതായത് ഒരു റാലിക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന രീതിയിലൊരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിഫ്റ്റി 50 വരുമ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട്, അതായത് 0.28% ഇടിവായിരുന്നു നമുക്ക് വീക്കിലി ട്രേഡിങ്ങിൽ നിഫ്റ്റി 50 കാഴ്ചവെച്ചത്. നമ്മൾ സെൻസെക്സ് നോക്കുമ്പോൾ 0.32% നഷ്ടം രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട ഒരു സൂചികയായി മാറിയത് നിഫ്റ്റി ഓട്ടോ ആയിരുന്നു. ഓട്ടോ സൂചിക ഏകദേശം 1% മുകളിലേക്കൊക്കെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ടോണിലാണ് നമുക്ക് വ്യാപാരം അവസാനിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയുടെ നഷ്ടം നോക്കുമ്പോൾ 0.94% ഇടിവ് എന്നൊരു രീതിയിലായിരുന്നു വീക്കിലി പെർഫോമൻസിൽ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. ഏതായാലും നമുക്ക് വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് എങ്ങനെയായിരുന്നു നോക്കാം. നിഫ്റ്റി 50 വരുമ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗിൽ മാർക്കറ്റിൽ നമുക്ക് ഇടിവായിരുന്നു കണ്ടത്. 25,722 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത്. കൃത്യം പറഞ്ഞാൽ 155 പോയിൻറ്റിൻ്റെ ഇടിവ്, 0.6% ഇടിവ് നിഫ്റ്റി 50 രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 254 പോയിൻറ്റ് ഇടിവിൽ 57,776 എന്നൊരു നിലയിൽ 0.44% ഇടിവായിരുന്നു കാഴ്ചവെച്ചത്. NSEയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് വരുമ്പോഴാണ് 3100-ലധികം ഓഹരികളിൽ ട്രേഡിംഗ് നടന്നപ്പോൾ 1200-ലധികം ഓഹരികൾക്ക് മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചത്. ഏകദേശം 1800-ലധികം ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗുമായിരുന്നു നമുക്ക് NSEയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ കാണുന്നത്. ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഒരു ഇടിവ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. എല്ലാ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തത് വെള്ളിയാഴ്ച. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ ഇടിവ് രേഖപ്പെടുത്തി. സെക്ടറൽ പെർഫോമൻസിലോട്ട് വരുമ്പോൾ PSU ബാങ്കിങ് സൂചിക എന്നാൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നടത്തിയത്. 1.56% നേട്ടമാണ് PSU ബാങ്കിങ് സൂചികകളുണ്ടായിരുന്ന. നിഫ്റ്റി മീഡിയ, മെറ്റൽ ഈ രണ്ട് സൂചികകൾ 1% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗുമായിരുന്നു വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് നേരിട്ടത്. ഇനി നമുക്ക് US മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു നേട്ടത്തിലുള്ള ക്ലോസിംഗ് ആയിരുന്നു. ഡൗ ജോൺസ് 0.09% നേട്ടം രേഖപ്പെടുത്തി. S&P 500 0.26% നേട്ടമാണ് കാഴ്ചവെച്ചത്. നാസ്ഡാക്കിൽ 0.61% നേട്ടവും ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന മാർക്കറ്റുകളിലോട്ടൊന്ന് പോകാം. ഇപ്പോൾ നമുക്ക് ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിക്കി 225 നമുക്ക് ഇന്ന് മുന്നേറ്റം കാണുന്നുണ്ട്. 2.07% മികച്ച ഒരു മുന്നേറ്റമാണ് നിക്കി 225 കാണുന്നത്. ഹാങ്സെങ് പോസിറ്റീവാണ്, 0.48% നേട്ടമാണ് കാണുന്നത്. എന്നാൽ ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇപ്പോൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് ട്രേഡിംഗ് തുടരുന്നത്. ഏതായാലും വ്യാപാരം അവസാനിച്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് നമ്മൾ നോക്കുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ എന്നാൽ ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാറേ, നമുക്ക് ഏതായാലും ആദ്യം US മാർക്കറ്റിൻ്റെ ഒരു വ്യൂ നോക്കാം. US മാർക്കറ്റിനെ സംബന്ധിച്ച് ഡൗ ജോൺസ് 0.09% നേട്ടത്തിലായിരുന്നു. S&P 500-ഉം നാസ്ഡാക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട സൂചികകളൊക്കെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് US മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഏതായാലും ഒരു പാദഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ US മാർക്കറ്റിൽ എന്താണ്? വിഷ്ണു, അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിരുന്നു. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 47,750 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 48,100, 48,500, 48,900. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ മെറ്റ ഒഴികെ മറ്റ് മേജർ ടെക്നോളജി സ്റ്റോക്സിൽ കാര്യമായിട്ടൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ഈ ആഴ്ച നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ചില റെസിസ്റ്റൻസ് പോയിന്റ്സ് ആദ്യത്തെ 26,120. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും പ്രതീക്ഷിക്കാൻ സാധിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 26,500, 26,700, 27,000 പോയിന്റ് ആയിരിക്കും പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സോ നമുക്ക് ക്രൂഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇന്ന് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്ന് ക്രൂഡിൽ 0.68% നേട്ടം ബ്രെന്റ് ക്രൂഡിൽ കാണുന്നുണ്ട്. WT ക്രൂഡിലോട്ട് വരുമ്പോൾ ഏകദേശം 1% അടുത്തേക്ക് നീങ്ങുന്ന ഒരു നേട്ടമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്?
സോ ക്രൂഡ് ഓയിലിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആണെങ്കിൽ പോലും നമുക്കൊരു ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $61.50 ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 63 അതിനുശേഷം $64.60 ആയിരിക്കും. 64.60 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേയിൽ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗിൽ 0.5% ഒരു ഇടിവ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 0.06% ഒരു നേട്ടമാണ് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ഓൾ ടൈം ഹൈക്ക് ശേഷം കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ഇന്നൊരു നേട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $3,980 ലെവലായിരിക്കണം ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മളൊരു കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.27% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കണ്ടത്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നോക്കുമ്പോൾ നിഫ്റ്റി 50 നമുക്ക് 0.6% ഇടിവ്, കൃത്യം പറഞ്ഞാൽ 155 പോയിൻറ്റിൻ്റെ ഇടിവിൽ 25,722 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 25,690 പോയിന്റ്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എങ്കിലും നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 25,990 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 26,250, അതിനുശേഷം 26,500. സാർ, ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഏകദേശം 0.5% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 57,776 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകളും ഒപ്പം ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് കഴിഞ്ഞ ആഴ്ച മുഴുവനും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആക്ച്വലി ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും നമുക്കൊരു കോൺട്രാഡിക്ടറി പാറ്റേൺ ആയിരുന്നു കാണാൻ സാധിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്കിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് PSU ബാങ്കിലെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കറന്റ് ലെവൽസിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒഴികെ മറ്റൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിലും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 57,400 പോയിന്റ് ആയിരിക്കും. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സർ, നമുക്ക് മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് ഡേ എടുക്കുമ്പോൾ നമുക്ക് PSU ബാങ്കിലൊക്കെ മികച്ചൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു സെക്ടർ നോക്കുമ്പോൾ ഏകദേശം 1.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കണ്ടത്. ഇപ്പോൾ PSU ബാങ്കിങ് സൂചികയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച PSU ബാങ്ക് ഇൻഡെക്സ് നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ നൽകിയിരിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പുതിയ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമ്മുടെ ആദ്യ ഒരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് കെയ്ൻസ് ആണ്. കെയ്ൻസിനെ സംബന്ധിച്ച് 1.5% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 6,704 എന്നൊരു നിലയിലാണ് ഈ ഒരു സ്റ്റോക്കിൽ ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കെയ്ൻസിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മൾ ഓഹരി നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത് വരെ പോയിട്ടൊരു നേരിയ ഇടിവായിരുന്നു നമുക്ക് ഈ ഒരു കഴിഞ്ഞ മാസം നമ്മൾ കണ്ടത്. ഏതായാലും ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? കെയ്ൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് വീക്കും ആയിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 6,630 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല.
സാർ, ഇനി ചെന്നൈ പെട്രോളിയത്തിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ചെന്നൈ പെട്രോളിയത്തിനെ സംബന്ധിച്ച് നമ്മൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിങ്ങിൽ വലിയൊരു കുതിപ്പാണ് കണ്ടത്. ഏകദേശം 10% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലൊരു വോളിയം ട്രേഡിംഗ് ഈ ഒരു ഓഹരിയിൽ നടന്നതായിട്ടും കാണുന്നുണ്ട്. ഏതായാലും നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഓഹരി കുറേ നാളുകളായിട്ട് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ചെന്നൈ പെട്രോളിയത്തിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്താം. ഇതേ പാറ്റേൺ നമുക്ക് ചെന്നൈ പെട്രോളിയം മാത്രമല്ല, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, IOC മുതലായ PSU ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലൊക്കെ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഇത്രയും വലിയൊരു കുതിപ്പിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിലെ പുതിയ ബൈങ് അവസരങ്ങൾ ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. ഇനി കിർലോസ്കറിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.64% ഇടിവായിരുന്നു ഓഹരിയിൽ ഉണ്ടായിരുന്നത്. 999 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഒരു മാർച്ചിന് ശേഷം ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 75% നേട്ടം ഇപ്പോൾ മാർച്ചിന് ശേഷം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? കിർലോസ്കർ ബ്രദേഴ്സിന്റെ കേസിൽ കറന്റ് ലെവൽസിൽ നമുക്ക് സൈഡ് വേസ് ആയിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1790 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 2050 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തൊരു ഓഹരി നമുക്ക് അറിയേണ്ടത് മദേഴ്സൺ സുമി വയറിംഗ് ആണ്. ഏതായാലും ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 0.42% ഇടിവാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. 47.21 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? മദേഴ്സൺ സുമിയുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് വീണ്ടും അണ്ടർടോൺ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 46 രൂപയിലായിരിക്കണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 49 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽസ് 50 രൂപ 50 പൈസ, 52 രൂപ, 53 രൂപ 50 പൈസ. സാറിന് ഐഡിയയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു 3 മാസമൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിലൊരു സെല്ലിംഗ് പ്രഷറൊക്കെ നേരിട്ടാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത്. ഐഡിയയിൽ താങ്കളുടെ മുന്നോട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഐഡിയയുടെ കേസിൽ നമുക്ക് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും കുറച്ച് വോളറ്റിലിറ്റി അധികമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് വളരെ മോശമാണ്. ആൻഡ് ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടക്കാറുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 8 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയയിൽ ഒരു തിരുത്ത് വരുത്തുകയാണ്. ഐഡിയയുടെ മന്ത്ലി ട്രേഡിങ്ങിലല്ല, നമ്മൾ ഡെയിലി ട്രേഡിംഗ് നോക്കുമ്പോഴാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലൊരു ഇടിവ് കാണുന്നത്. ഏതായാലും നമുക്ക് അടുത്തൊരു ഓഹരിയിലോട്ട് പോകാം. ഇനി നമുക്ക് ചോദിക്കാനുള്ളൊരു ഓഹരി എന്ന് പറയുന്നത് ഫിനോലെക്സ് ആണ്. ഫിനോലെക്സ് കേബിളിനെ സംബന്ധിച്ച് 0.42% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. 785 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഫിനോലെക്സ് കേബിളിന്റെ കേസിൽ ആദ്യം തന്നെ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് നമ്മൾ നിഫ്റ്റി 50യുടെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് നമുക്ക് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാറിന് ഈ ഭാരത് ഡൈനാമിക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1% നേട്ടമാണ് വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. 1529 എന്നൊരു പ്രൈസാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൽ ഓഹരിയെ സംബന്ധിച്ച് മാർച്ച് മുതൽ മെയ് വരെ വലിയ രീതിയിലൊരു മുന്നേറ്റമായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാണുന്നത്. ഭാരത് ഡൈനാമിക്സിൽ ഇനിയും ഒരു മുന്നോട്ടുള്ളൊരു സാധ്യത, പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം മുന്നോട്ടൊരു സാധ്യതയാണോ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ളൊരു സാധ്യതയാണോ താങ്കൾ കാണുന്നത്? ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി കൺസോൾട്ടേഷൻ, നല്ലൊരു ബേസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. 1440 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വൺ ഡിസ്ക്ലോഷർ, ഐ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ ഇൻ BDL. സാറിന് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് നമ്മളൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് ഒക്ടോബർ മാസത്തിൽ കാണാൻ സാധിച്ചത് വലിയ രീതിയിലുള്ളൊരു കുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഓഹരിയെ സംബന്ധിച്ചൊരു ട്രേഡിംഗ് വോളിയം നോക്കുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞ മാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ല വോളിയം ട്രേഡിംഗ് നടന്നതായിട്ടും കാണുന്നുണ്ട്. ഏതായാലും വെള്ളിയാഴ്ച 1.77% ഇടിവായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഉണ്ടായിരുന്നത്. പുതിയ ഓൾ ടൈം ഹൈയിലൊക്കെയാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഇനി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ മാസത്തിന് അവസാനം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വലിയൊരു നേട്ടം ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് അണ്ടർടോൺ ഇസ് വെരി വെരി സ്ട്രോങ്, വെരി വെരി ബുള്ളിഷ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ. ആദ്യത്തെ 35.90 രൂപ, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 34.50 രൂപ. എനിക്ക് തോന്നുന്നില്ല 34.50 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ വെയിറ്റ് ഫോർ ദ സ്റ്റോക്ക് ടു സെറ്റിൽ ഡൗൺ. അതിന്റെ ബോട്ടം കൺഫേം ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സാർ, ഈ മാർക്കറ്റ് പ്ലസ് തന്നെ നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് BSE സംബന്ധിച്ച് കഴിഞ്ഞ ഈ ഒരു വർഷം നോക്കുമ്പോൾ വലിയ രീതിയിലൊരു കുതിപ്പായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ആ ഒരു ഓൾ ടൈം ഹൈ, അത് അവസാനം രേഖപ്പെടുത്തിയ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ജൂണിലായിരുന്നു. ജൂണിന് ശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ 3 മാസങ്ങളിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനുശേഷം ഈ കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്ന പോലെ ഒരു മുന്നേറ്റം ഓഹരിക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ, ആ ഒരു ട്രേഡിംഗ് തുടരുമോ അതോ ഇനിയും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാധ്യത ഈ ഒരു BSEയുടെ ഓഹരിയിലുണ്ടോ? BSEയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്നത്. വലിയൊരു കറക്ഷന് ശേഷം നമുക്ക് ഈ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2300 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ 3 മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ലെവൽസ്. ആദ്യത്തെ 2600, 2660, 2700. നമ്മൾ ചെന്നൈ പെട്രോളിയത്തിൻ്റെ വ്യൂ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.48% നേട്ടമായിരുന്നു ഓഹരിയിൽ നമുക്ക് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. ഏതായാലും മാർച്ചിന് ശേഷം നമ്മൾ ഓഹരി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50% നേട്ടം നൽകിയ ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? IOCയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ നിലനിർത്തുക. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 180 രൂപയിലാണ് കാണുന്നത്. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. എക്സൈഡിനെ സംബന്ധിച്ച് 0.3% ഇടിവായിരുന്നു വെള്ളിയാഴ്ച കണ്ടത്. 381 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷനാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും ഓഹരിയിൽ കാണുന്നില്ല. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എക്സൈഡിൽ എന്താണ്? എക്സൈഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ മികച്ച സപ്പോർട്ട് 370 രൂപയിൽ കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. സാറിന് നമുക്ക് വണ്ടർലയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. വണ്ടർലയെ സംബന്ധിച്ച് ഇന്ന് വെള്ളിയാഴ്ച നോക്കുമ്പോൾ 0.28% നേട്ടമായിരുന്നു. 572 എന്നൊരു ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ നോക്കുമ്പോൾ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഓഹരിയിൽ ക്ലോസിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. വണ്ടർലയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വണ്ടർലയുടെ കേസിൽ നമുക്ക് ജനുവരി 2024 മുതൽ നമുക്ക് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാനും സാധിക്കുന്നില്ല. ഇനി സൺടെക്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2.63% ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. 442 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. സൺടെക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സൺടെക്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു.
ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് 465 കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ് മൂവ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 410 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 3.5% മുകളിലേക്ക് ഒരു നേട്ടം വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിരുന്നു. 81 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഏപ്രിലിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ബുള്ളിഷായ ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ടേക്ക് ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൽ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഈ സ്റ്റോക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. എങ്കിലും ഈ ഓഗസ്റ്റിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് ബേസ് 67 രൂപയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ 2 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 83 രൂപ, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 84, അതിനുശേഷം 86. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ നിലനിർത്തുക. ബട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രമേ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ഇനി സെൻട്രൽ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.5% നേട്ടമാണ് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത്. 39 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓഹരിയിലൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോഴൊരു സൈഡ് വേസ് പാറ്റേൺ ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സെൻട്രൽ ബാങ്കിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സെൻട്രൽ ബാങ്കിന്റെ കേസിൽ വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തു വന്നിട്ടുണ്ട്. ഒത്തിരി മാസങ്ങൾക്ക് ശേഷം സെൻട്രൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, IOB ആൻഡ് പഞ്ചാബ് സിന്ധ് ബാങ്ക്, ഈ 4 ചെറിയ പബ്ലിക് സെക്ടർ ബാങ്ക്സിലും വളരെ സിമിലർ ആയിട്ട് ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 41 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്കിനി അറിയേണ്ടത് ഒലയുടെ ഒരു വ്യൂ ആണ്. ഒലയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഓഹരിയിൽ നമുക്ക് ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. 1.65% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 50 എന്നുള്ളൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒലയെ സംബന്ധിച്ച് താങ്കളുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണ്? ഒലയുടെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ തുടക്കം വരെ നമുക്ക് വലിയൊരു മുന്നേറ്റമായിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 48 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 53 രൂപ 10 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ജിയോഫിനിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1% അടുത്ത് ഇടിവായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയത്. 306 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഈ ഒരു മാർച്ച് തുടങ്ങി നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ റാലി കണ്ടതാണ്. ഏതായാലും മാർച്ചിന് ശേഷം നോക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 54% നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് കൂടാതെ നമ്മൾ സെപ്റ്റംബർ മാസം നോക്കുമ്പോൾ നേരിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഈ ഒരു ഓഹരിയിൽ നേരിട്ടിരുന്നു. ജിയോഫിനിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ജിയോഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 290 ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 314 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാറിന് ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 1% ഇടിവായിരുന്നു വെള്ളിയാഴ്ച ഈ ഒരു ഓഹരി കാഴ്ചവെച്ചത്. 36,495 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഹണിവെല്ലിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ഹണിവെല്ലിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിട്ടുണ്ട്. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 37,650 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 35,200 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് ഈ പ്രാജ് ഇൻഡസ്ട്രീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരിയെ സംബന്ധിച്ച് 1.76% ഇടിവായിരുന്നു വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. 337 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജനുവരി 2025 ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് നിരാശപ്പെടുത്തുന്ന രീതിയിലൊരു ബെയറിഷ് ട്രെൻഡിലാണ് ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നത്. ഓൾമോസ്റ്റ് ഒരു 59% ഇടിവ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നോ.
ഈ ഒരു സ്മോൾ ക്യാപ്പിന്റെ കേസിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് എറ്റേണലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. എറ്റേൽ നോക്കുമ്പോൾ 3.52% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 317 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയതിന് ശേഷം നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് ഏപ്രിൽ മുതൽ ഒരു ബുള്ളിഷായ ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. എറ്റേണലിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഇറ്റേണലിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ വളരെ കനത്ത സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിക്കാം. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മളത് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കരുത്. നേരെ മറിച്ച് നമ്മളത് പ്രോഫിറ്റ് വീണ്ടും നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. സാറിന് റൂട്ട് മൊബൈലിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരി നമ്മൾ കഴിഞ്ഞ ഒരു ജൂലൈ 2024 ശേഷം നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ബെയറിഷ് ട്രെൻഡിൽ ട്രേഡിംഗ് ചെയ്ത് ഒരു നിരാശപ്പെടുന്ന രീതിയിലായിരുന്നു ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ലെവൽ നോക്കുമ്പോൾ ലിസ്റ്റ് ചെയ്ത ആ ഒരു പ്രൈസിന് അടുത്താണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരിയിൽ ഈ ഒരു ബെയറിഷ് ട്രെൻഡ് തുടരുമോ, അതൊരു ബോട്ടത്തിന് ശേഷം ഒരു റിക്കവറിക്ക് സാധ്യതയുണ്ടോ? വിഷ്ണു, റൂട്ട് മൊബൈലിന്റെ കേസിലും പ്രാജ് ഇൻഡസ്ട്രിയെ പോലെ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്ക് നമുക്ക് താമസിക്കാതെ പുതിയൊരു ഓൾ ടൈം ലോ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർതി ഫാർമയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 2% നേട്ടമാണ് ഓഹരി വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. 851 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഓഹരി ഈ ഒക്ടോബറിൽ നോക്കുമ്പോൾ നമുക്കൊരു നേരിയ നേട്ടം, അല്ലെങ്കിൽ 2% മാത്രം ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. താങ്കളുടെ ഒരു നിലപാട് ഈ ഒരു ഓഹരിയിൽ എന്താണ്? ആർതി ഫാർമയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു സസ്റ്റൈനബിൾ മൂവിനുള്ളൊരു ബുള്ളിഷ് സെറ്റപ്പ് അറ്റ് ദിസ് പോയിന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്ക് ദിവീസ് ലബോറട്ടറി. അതുപോലെ തന്നെ ഒത്തിരി ആഴ്ചകൾക്കും മാസങ്ങൾക്കും ശേഷം നമുക്ക് വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഓറോബിന്ദോ ഫാമയിൽ കാണാൻ സാധിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഫാർമ സ്റ്റോക്കിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ. ഗ്ലെൻമാർക്കിന്റെ കേസിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് 2000 രൂപയായിരിക്കും. ഇനി അദാനി പവറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2.9% ഒരു ഇടിവായിരുന്നു വെള്ളിയാഴ്ച കണ്ടത്. ഓഹരിയിലൊരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മാർച്ചിന് ശേഷം ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞ മാസം ഓൾ ടൈം ഹൈ കൂടി രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? അഡാനി പവറിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് കറന്റ്ലി സ്റ്റോക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് പൂർത്തിയായെന്ന് നമുക്ക് കൺഫർമേഷൻ ലഭിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് പുതിയ പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. താങ്ക് യു വിഷ്ണു. ഏതായാലും പ്രേക്ഷകർ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് തേടിയതിന് ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപം നടത്തുക. ഏതായാലും ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി സഫാനും നിഖിലും ഉടൻ തന്നെ ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.